ഹായ് നമസ്കാരം. നമുക്ക് ഇപ്പം ഞാൻ വെട്ടിയ ഒരു ടോപ്പിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് ഈ ടോപ്പാണ്. ഇത് വെട്ടി കുറവാണ്. അപ്പം നമ്മളൊരു എക്സ്ട്രാ പീസ് വെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ വെച്ചെടുക്കാം. ആദ്യം കൈ വെട്ടി തയ്ച്ചങ്ങ് മാറ്റി വയ്ക്കാം. കാരണം കൈക്കല്ലേ തുണി നീളമില്ലാത്ത നമുക്കപ്പോൾ ആദ്യം ഈ ചെറിയ ചെറിയ പീസുകൾ തയ്ച്ച് വെച്ചിട്ട് വേണം നമ്മൾ വലിയ പീസ് എടുക്കാം. അപ്പോൾ നമ്മളിതിനെ കൈ വെച്ചെടുക്കുന്നത് നല്ല വശത്തോടാണ് വയ്ക്കുന്നത് കേട്ടോ. ചീത്ത വശത്തിന് എല്ലാം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചടിച്ചിട്ട് ഇതിലൂടെ നമ്മൾ ഒരടി അടിച്ചെടുക്കുന്നു. ഫ്രണ്ടിലോട്ടാണ് കേട്ടോ. ഇത് അടിയിലല്ല, ഫ്രണ്ടിലാണ്. നമ്മളിതിനെ ഒന്ന് പതിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ട് ചിലപ്പോൾ പൊങ്ങിയിരിക്കും. നമ്മളിടുമ്പോഴേ അവിടെ ഒരു ബൾജ് ചെയ്തിരിക്കും. അപ്പോൾ അത് ചായ ഇവിടെ നമ്മൾ ഈ ഒരു 3/4 ഇഞ്ച് മടക്കിയിട്ട് നമ്മളിതിൻ്റെ മുകളിലോട്ട് വയ്ക്കുന്നു. കണ്ടല്ലോ, ഇവിടെ 3/4 ഇഞ്ച് വേണ്ട, ഒരു 1/2 ഇഞ്ച് മടക്കിയാൽ മതി. 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മളിതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ പുറത്തുകൂടെ അടിക്കുന്നുണ്ട്. കാണാൻ പറ്റുമോ ആവും? ഞാനിപ്പോൾ കാണിച്ചു തരാം. എനിക്കിത് മുട്ട് വരെ കൈനീളം മതി കേട്ടോ. നാളെ മഴ കാരണം ഞാൻ സാരി ഉടുക്കുന്നില്ല. നാളെ എനിക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് മഴ ഇല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോകണം. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്ന് പോകണം. അപ്പോൾ ഗണപതിയും കോവിലൊന്ന് പോകണം. അപ്പം ഞാൻ ഓർത്തൊരു പുതിയ ടോപ്പ് തയ്ച്ചിട്ടുണ്ട്, പോവാണ്. അപ്പോൾ ഇവിടെ ടോപ്പിൻ്റെ തുണികൾ ഒത്തിരി ഇരിപ്പുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് മഴയത്തൊക്കെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് തയ്ച്ചെടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചടിച്ചെടുത്തു, ഇങ്ങനെ. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മളൊരു നടുക്കൊരു ബട്ടനൂടെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഒരു മോഡൽ തുണിയായി. പക്ഷേ നമ്മൾ കൈനീളത്തിന് തുണിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് കൈനീളം കിട്ടിയെന്നറിയാമോ? 11.5 ഇഞ്ച്, 12 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ 11.5 ഇഞ്ച് കൈനീളം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത പീസ് തയ്ച്ചെടുക്കാം. നമ്മൾ 2 കൈയും അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. 11.5 ഇഞ്ച് കൈനീളം കിട്ടും. അപ്പോൾ നമുക്ക് 11, എനിക്ക് 11 മതി കേട്ടോ. ഇത് നല്ല കോട്ടൺ തുണിയാണ്. ഞാൻ നോവൽറ്റിയിൽ നിന്ന് എടുത്താണ് കേട്ടോ. നോവൽറ്റിയിൽ നല്ല തുണികൾ ഇട്ടിട്ടുണ്ട്. വേണ്ട നോവൽറ്റിയിൽ ഗണപതിയും കോവിലും ബാക്ക് സൈഡ് നമ്മൾ രാമേന്ദ്രയുടെ പഴയ രാമേന്ദ്രയുടെ അങ്ങോട്ട് തിരിയുന്നതിൻ്റെ അവിടെ നല്ല തുണികൾ ഇട്ട് ഞാൻ അവിടെ നിന്നാണ് കൂടുതലും ഇപ്പോൾ ഷോപ്പിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പാൻറ്റിന് വേണ്ടി എടുത്തതാണ്. ഒരു ബിറ്റ് പീസ് കിട്ടിയതായിരുന്നു. അപ്പോൾ അത് 3.5 മീറ്റർ 3.25 മീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ പാൻറ്റിന് 2 മീറ്റർ മതിയായിരുന്നു. പിന്നെ കുറച്ച് വലിയ പാൻറ്റായിട്ട് കുറച്ച് എക്സ്ട്രാ എടുത്തു. ഞാൻ അറിഞ്ഞില്ല എത്ര എടുത്തെന്ന് അറിയില്ല. എൻ്റെ ബാക്കിയുള്ളതാണിത്. അപ്പോൾ ഞാൻ ഓർത്ത് അതിനൊരു ടോപ്പ് അടിക്കുന്ന നല്ല കോട്ടനാണ്, ലൈനിങ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ബാക്ക് പീസിലാണ് നമുക്ക് ചെറിയ 2 ഡാട്ട് കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ആ ഡാട്ട് കൊടുക്കാം. ബാക്ക് പീസിലൊക്കെ ചെറിയ 2 ഡാട്ട് കൊടുക്കാം. ഡാട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ എൻ്റെ ഡാട്ടിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് പോയിൻ്റ് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിതൊരു 11.5 ഇഞ്ച് താഴ്ത്തി ഡാട്ട് കൊടുക്കാം. അപ്പോൾ 2 ഡാട്ട് കൊടുക്കാം. നിങ്ങളിതൊക്കെ വരച്ചിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. നമുക്ക് ഓരോ ജോലി ചെയ്യുന്നവർക്ക് ഓരോ അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇതിനെ വരച്ച് അല്ലെങ്കിൽ 2 മുട്ടപ്പിന്ന് കുത്തിയിട്ട് ഒരു കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഡാട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്ക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ തയ്ക്കുന്നത്. ഞാൻ തയ്ക്കും പോലെ എപ്പോഴും തയ്ക്കുക. എപ്പോഴും നിങ്ങൾ വരച്ച് അത് അടയാളപ്പെടുത്തി മുട്ടപ്പിന്നെ കുത്തി വെച്ച് വേണം തയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് പൊളിച്ചടിക്കാനും നേരം വരില്ല കേട്ടോ. ഇങ്ങനെ 2 ഡോട്ട് എടുത്ത് കേട്ടോ. 2 ഡോട്ട് എടുക്കുമ്പോൾ നമുക്ക് ബാക്ക് നല്ല ഒതുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഒതുങ്ങി കിട്ടും. തയ്ക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് പീസിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ഈ വരച്ചിങ്ങനെ അറിയാമല്ലോ, ഇതകത്ത് വരുന്ന ഭാഗമാണ് കേട്ടോ. നല്ല വശം ഇതാണ്. ചീത്ത വശത്താണ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ചീത്ത വശത്തോട്ട് മറിച്ചടിക്കാം. അപ്പോൾ നമുക്ക് ഈ കഴുത്ത് വരെ മറിച്ചടിച്ചെടുക്കാം. അതാ ഇവിടെ നമുക്ക് വിളുമ്പാണുള്ളത്. അപ്പോൾ നമുക്ക് വേറെ മടക്ക് വേണ്ട, ഒറ്റ മടക്ക് മതി. നല്ല കൂടുതൽ 1/2 ഇഞ്ച് മതി കേട്ടോ. 1/2 ഇഞ്ചിൻ്റെ വീതി മതി. ഒരുപാട് വീതിക്ക് മടക്കി എടുത്താൽ പോകില്ല, 1/2 ഇഞ്ച് മതി. നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ വീനൊക്കെ വെട്ടി വെച്ചിട്ട് അതിൻ്റെ എൻഡ് വരെ അടിച്ചെടുക്കാം. അതാ നമ്മളിങ്ങനെ ഇതുവരെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇതൊരു പീസ് നമ്മളിങ്ങനെ അടിച്ചെടുത്തു കണ്ടല്ലോ. അപ്പോൾ നമ്മളിനി അടുത്ത പീസ് നമ്മൾ അടിക്കണ്ട, പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ പീസ് അടിച്ചല്ലോ, ഈ പീസ് നമുക്ക് അടിക്കാതെ തന്നെ ഒരു മടക്കുക കേട്ടല്ലോ. ഒരു മടക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ വയ്ക്കുക. അപ്പോൾ നമുക്ക് തലയിൽ കൂടെ ഇടാൻ കണക്കിനാണ് നമ്മൾ ഈ കഴുത്ത്
കോളർ വെട്ടിയിട്ടുള്ള കേട്ടോ. നമ്മളെടുത്ത് അങ്ങ് ഇട്ടാൽ മതി. പക്ഷേ ബട്ടൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇത്രയും ദൂരം വെട്ടിയിട്ട് ഒരു ബട്ടൺ വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഹോൾ വെച്ച് കൊടുത്താൽ നമുക്ക് കഴുത്ത് ഈസി ആയിട്ട് ഇടാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് തല വലുതായിട്ട് വേണമെന്നുള്ളവർക്ക് ഇവിടെ ഒരു ബട്ടൺ വയ്ക്കുക. ഈ ബട്ടണിൽ ഒരു അകലം ഇടുക. എന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ ഹോൾ അടിച്ചു കൊടുക്കുക. ഇവിടെ ഒരു ബട്ടൺ വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ബട്ടൺ ഓപ്പൺ ചെയ്യാനും പറ്റും, ആ ബട്ടൺ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കതൊരു എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിനി ഇത് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വെച്ചടിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബട്ടൺ വിട്ടിട്ടാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അത് വേണ്ട, എന്നാലും ഞാൻ അങ്ങനെയാണ് അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ ഈ പീസ് വെച്ച് അടിക്കുന്നു. ഇവിടെ 2 തയ്യലായിട്ട് വരും. അപ്പോൾ നമുക്കതിൽ പിടിക്കത്തുമില്ല, പിന്നീട് അതിന് ഒരു ബലം കിട്ടത്തില്ല. മറ്റേ നമ്മൾ ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് പിന്നെ ഒരു അടിയോടെ അടിക്കുമ്പോൾ കറക്റ്റ് 2 തയ്യൽ കിടക്കുകയും ചെയ്യും. അതിന് ബലം കിട്ടും. കണ്ടോ, ഇതിൻ്റെ 2ന് ഒരേ പീസ് ഒരേപോലെ വരത്തക്ക രീതിയിൽ അടിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഒരു 6 ഇഞ്ച് ഓപ്പൺ ഇട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു 7 ഇഞ്ചൊക്കെ ഇടും കേട്ടോ. അതുകൊണ്ട് ഞാൻ 7 ഇഞ്ച് ഇടുവാണ്. പക്ഷേ 6 ഇഞ്ച് മതി. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ ഒരു 8 ഇഞ്ച്. ഓക്കെ. എന്നിട്ട് നമ്മൾ 8 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു തയ്യൽ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അതായത് തിരിച്ചിട്ട് ഇങ്ങോട്ടൊരു കെട്ടിട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് അറിയാമോ? ഈ നമ്മൾ തയ്ച്ച് വെക്കുന്നിട നമ്മൾ ചിലപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ അങ്ങ് വിട്ടുപോകും. അപ്പോൾ അത് വിട്ടുപോകാതെ കുറച്ച് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് കെട്ടിടുന്നത്. എന്നിട്ട് ഈ മടക്കേണ്ടല്ലോ, ഇതിവിടെ നമ്മൾ നൂത്തല്ല് വെച്ച് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതൊന്നുകൂടെ മടക്കിയിട്ട് ഈ തുമ്പ് മേലോട്ട് പിടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനെ മാത്രമായിട്ട് ഈ സ്ക്വയർ അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കാം. മനസ്സിലായോ? ഇങ്ങനെ ഇതിനെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ തന്നെ വരണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. കാണാമല്ലോ, ഇത് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇവിടെ ഒരു തയ്യലുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ അടിച്ച പീസാണ്. അപ്പോൾ അവിടെയും തയ്യലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കെട്ട് കൊടുത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി കൂടെ ചെയ്യാം കേട്ടല്ലോ. ഇത് ഇപ്പോൾ ഒരു തയ്യലേ തെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പുറത്തൂടെ ഒരു അടി കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ബട്ടൺ വെച്ച് കൊടുക്കാം. അതായത് ഒരു 4 ഇഞ്ച് ചേർത്ത് അടിച്ചാൽ മതി. 4 ഇഞ്ചിൻ്റെ രീതിക്ക് നമ്മളിതിന് പുറത്തൂടെ ഒരു അടി. ഇത് നമ്മളിവിടെ കൊണ്ട് നിർത്തി അവിടെ ഒരു കെട്ടിട്ട് കൊടുത്താൽ ആ കെട്ട് നമ്മൾ കാണത്തില്ല. കാരണം അവിടെ ഒരു ബട്ടൺ വെച്ച് അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു കെട്ടിട്ടതായിട്ട് നമ്മൾ കാണത്തില്ല. ഒരു ബട്ടൺ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ബട്ടണ് ഇവിടെ അങ്ങ് വെച്ച് കൊടുത്താൽ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട. ഇവിടെ അങ്ങ് വെച്ച് കൊടുത്താൽ തല കയറാൻ പറ്റുന്ന കണക്കിന് ഇട്ട് കൊടുത്താൽ മതി. കണ്ടല്ലോ, കാണാം എന്ന് ഭംഗിയായിട്ട് അടിച്ചെടുത്ത് നോക്കിയേ. ഈ കാണാമോ? കണ്ടാ, ഇങ്ങനെ അടിച്ചെടുത്ത് ഇതിൻ്റെ ഈ ഇത്രയും വീതിക്ക് മതി. ഒരുപാട് വീതി വേണ്ട. ഇത്രയും വീതിക്ക് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വരെ ഒരേ കണക്കിന് അടിച്ചെടുക്കാം. ഇനി നമ്മളല്ല ബാക്ക് പീസ്. ഇത് നമ്മൾ ഡാട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല വശം ചേർത്ത് അടിക്കാം. ഇപ്പം നമ്മൾ കെട്ടിട്ടെടുക്കണം കേട്ടോ. ഈ തയ്യൽ തുമ്പ് എൻ്റെ വരണ ഭാഗത്ത് കിട്ടണം. ഇപ്പം ലോക്ക് ചെയ്യണില്ല, നമ്മളിങ്ങനെ മടക്കി അടിച്ച് കൊടുക്കാം. ലോക്ക് വേണ്ട, നിർബന്ധമില്ല, നൂലളവാതിരുന്നാൽ മതിയല്ലോ. അപ്പം നമുക്ക് ഇവിടെ അതുപോലെ നമുക്ക് എൻ്റെ വെച്ച് അടിച്ചെടുക്കാം. മടക്കി അടിക്കാം. കണ്ടല്ലോ, ഇങ്ങനെ. അപ്പം നമുക്ക് ഇത്രയാണ് കഴുത്ത് കിട്ടുന്നത്. കണ്ടല്ലോ, നമുക്ക് തല സുഖമായിട്ട് കയറി പോകും. അപ്പം നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെയായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കൈ വെച്ചെടുക്കണം. കോളർ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വയ്ക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിൽ കോളർ വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടവും എളുപ്പത്തിന് എങ്ങനെയാണോ അത് എളുപ്പം അത് ചെയ്യാം. ഇവിടെ നമ്മളൊരു വെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ വേണ്ട ഈ തയ്ക്കുമ്പം ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ എൻഡിൽ നമ്മൾ പിടിച്ച് തയ്ക്കാം. അടുത്ത പകുതി ഇവിടെ വീണ്ടും പിടിച്ചടിക്കാം. എത്ര എളുപ്പമാണ് ഒരു ടോപ്പൊക്കെ കട്ട് ചെയ്ത് തയ്ക്കുന്നത് നോക്കിക്കേ. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഡ്യൂട്ടിക്കൊക്കെ പോണവർക്ക് വൈകുന്നേരം വന്നിട്ടൊക്കെ നമുക്കൊരു ടോപ്പൊക്കെ തയ്ച്ചെടുത്താൽ പിറ്റേന്ന് രാവിലെ അടിപൊളിയായിട്ടുള്ളതൊക്കെ പോകാം കേട്ടോ. നമുക്ക് ചെറുതായിട്ട് പഠിച്ചിട്ട് ചെറിയ മെഷീൻ വാങ്ങിച്ചിട്ടാൽ മതി. ഈ ലോക്കൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ ലോക്ക് ചെയ്തില്ലെങ്കിലും ഇളകി പോകത്തൊന്നുമില്ല. നൂലൊന്നും ഇളകി പോകത്തില്ല. നമുക്ക് സുഖമായിട്ട് നമുക്ക് തയ്ച്ചിട്ടുണ്ട് പോകാൻ പറ്റും. നമുക്കൊരു തുണി എടുക്കണ പാട് 100 രൂപ കൊടുത്താലും മീറ്റർ 100 രൂപയ്ക്കോ 50 രൂപയ്ക്കോ ഒക്കെ ഇപ്പോൾ തുണി കിട്ടും. പക്ഷേ അതിൻ്റെ തയ്യൽക്കൂലി എത്ര കൊടുക്കുമെന്ന് അറിയാം. ഒരു ടോപ്പ് തയ്ക്കുമ്പോൾ 300 350 400 കൊടുക്കണം.
അപ്പം നമുക്കൊരു കോളറൊക്കെ വെച്ച് ബട്ടണൊക്കെ വെച്ച് ടോപ്പ് അടിക്കണമെങ്കിൽ 300 രൂപ കൊടുക്കണം. 300, 350, പല സ്ഥലത്ത് പല റേറ്റാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ 300 ഉണ്ട്, 250, 300 അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതും അങ്ങനെ തയ്ക്കുന്നു. ഇതിൻ്റെ അകമാണ് തയ്ക്കേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ ഈ കൈ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഞാൻ മുഴുവനും കാണിക്കുന്നത് ഒരുപാട് സമയം പോകത്തില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ മൊത്തം നിങ്ങൾ കണ്ടാൽ നമുക്ക് അങ്ങനെ തയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്, പക്ഷെ അറിയില്ല. ഞാൻ എന്താ പറയുക, ഇത്തിരി സ്പീഡാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് സ്ലോ ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് അത്രയും സമയം പോകും. നിങ്ങളത് കണ്ടോ, ടോപ്പ് ഏകദേശം ഓക്കെ ആയി കേട്ടോ. നമ്മളിനി ഇതിനെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം. ഞാനിത് ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മോട്ടിയെടുക്കാം. എനിക്ക് 10 ഇഞ്ച് കൈവണ്ണമാണ് വേണ്ടത്. കാരണം താഴത്ത് 10 ഇഞ്ചും മുകളിലോട്ടൊരു 11 ഇഞ്ചും. ഓക്കെ, ഇവിടെ നമുക്കൊരു 10 ഇഞ്ച് കൈവണ്ണം. 10 ഇഞ്ച്, അപ്പോൾ 5 ഇഞ്ച് ഒരു കെട്ടിടുന്നു, ഒരു കൈ എടുക്കുന്നു. ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുപ്പിട്ട് അങ്ങ് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ്. അപ്പോൾ നമ്മളിവിടെ എൻഡിൽ 19 ഇഞ്ചാണ് നമുക്ക് ഓപ്പണിൻ്റെ ലെന്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ ഒരു കെട്ടിട്ട് തന്നെ നിർത്തുക. നമുക്കിത് എൻ്റെ നൂല് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പോസ് ചെയ്തത് കേട്ടോ. ഇത് നമുക്കിവിടെ നൂലടി അടിച്ചെടുക്കാം. നൂലടിയിൽ തീർന്നു. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഇപ്പുറത്തൂടെ ഒരടി കൂടെ അടിച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരടിയല്ലേ അടിച്ചുള്ളൂ, അതിന് ഇപ്പുറത്തൂടെ അര ഇഞ്ച് വണ്ണം കൂട്ടാൻ കണക്കിന് ഇപ്പുറത്തൂടെ ഒരടി കൂടെ അടിക്കണം. 2 അടി അടിക്കണം, പിന്നെ ലോക്കും ചെയ്യണം കേട്ടോ. ലോക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഞാൻ 2 അടി അടിക്കുന്നുള്ളൂ കേട്ടോ. ഒരടി നേരത്തെ അടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു തൈ എടുക്കാം. അര ഇഞ്ച് വണ്ണം കൂട്ടാൻ കണക്കിനിടും. അപ്പോൾ 2 ഇഞ്ച് ഉണ്ട്, രണ്ട് സൈഡ് പൊടിച്ചിടുമ്പോൾ 2 കൂടെ 1.5 ഇഞ്ച് വണ്ണം കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും മതി, 2 തയ്യലും മതി. ലോക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഇത് കോട്ടൺ തന്നെയാണ്, നൂലൊന്നും പൊടിഞ്ഞ് വരത്തൊന്നുമില്ല. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ചെയ്യാം. നമുക്കിവിടെ ലോക്കുണ്ട്, പക്ഷെ വേണ്ട. അപ്പം നമുക്ക് ഇതിന് സൈഡ് അടിച്ചെടുക്കാം. ഈ സൈഡ് അടിക്കുന്നതാണ് നിങ്ങൾ കാണാൻ ഞാൻ പറയുന്നത്. കാരണം വേണ്ട, ഇതിൻ്റെ ഈ സൈഡാണ് കേട്ടോ. ഈ സൈഡ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടികളെ, ഒരു തുമ്പ് പോലും ഉണ്ടെങ്കിൽ വെട്ടികളെ. ഇത് നമ്മൾ ഇവിടെ നിന്ന് പിടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പിടിച്ച് 2 മടക്ക് മടക്കി ഒരടി അടിക്കുക ആദ്യം. നിങ്ങളതിൻ്റെ എൻഡ് വരുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. എൻഡല്ല, മിഡിലിൽ വരുമ്പോൾ, അതായത് ഓപ്പണിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിവിടെ ഒരുപാട് വീതി കൂട്ടരുത്. ഒരു 1/2 ഇഞ്ചിന് താഴെ പാടുള്ളൂ കേട്ടോ. 1/4 ഇഞ്ചിന് മുകളിൽ 1/2 ഇഞ്ചൊക്കെ ആവും. പിന്നെ നമുക്കിവിടെ പൈപ്പിംഗ് വേണമെങ്കിൽ വെച്ചടിക്കാം, എന്ത് വേണമെങ്കിൽ വെച്ചടിക്കാം, ബോർഡർ വേണമെങ്കിൽ വെച്ചടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കട്ട് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് വണ്ണം കൂട്ടണമെങ്കിൽ 1/2 ഇഞ്ച് അവിടെ നിന്ന് പൊടിച്ച് വണ്ണം കൂട്ടാൻ മതി. ഒരിക്കലും കട്ട് ചെയ്ത് ഇവിടെ ഒരു നല്ല കെട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കണ്ട നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഒരടി കൂടെ എൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുക. അത് നമ്മൾ ലാസ്റ്റ് അടിച്ചാൽ മതി. അവിടെ നിന്ന് ഒരൊറ്റ അടി അടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കവർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡ് കൂടെ അങ്ങനെ അടിച്ചെടുക്കാം. നമുക്കിവിടെ കൂടെ അങ്ങനെ അടിച്ചെടുക്കാം. ഇവിടെ അതുപോലെ ഒരു കെട്ടിട്ടെടുക്കാം കേട്ടോ. ഈ മിഡിലിൽ ഒരു കെട്ടിട്ട് തന്നെ എടുക്കണം. അപ്പോഴേ അതിനൊരു ബലം കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇവിടുത്തെ നൂലല്ലേ, നമ്മൾ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പം നമ്മൾ കുറച്ചത് ബലമായിട്ട് തന്നെ തയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടും. ഇവിടെ ഒരു കെട്ടിട്ട് നല്ലൊരു കെട്ടിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ തച്ചെടുത്ത്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തയ്യലാണ് തച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു തയ്യലാണ് തച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ ഒരു മടക്ക് മടക്കി അടിക്കാം. ഇത് കണ്ടല്ലോ, നമ്മൾ 4 സൈഡും ഒന്ന് അടിച്ച് ഒരു തയ്യലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യലൂടെ കൊടുക്കണം, എങ്കിലേ അത് ഭംഗിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ കൂട് തുടങ്ങി ഇനി അറ്റം വരെ കൊണ്ടുവരാം. ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അങ്ങറ്റം ഇങ്ങറ്റം
ഒരു തയ്യലൂടെ തയ്ച്ചെടുത്തിട്ട് കണ്ടോ, ഇവിടെ 2 തയ്യൽ കണ്ടോ, ഈ 2 തയ്യൽ മടക്കി വെച്ചിട്ട് 2 തയ്യൽ അടിക്കണം. ഒരറ്റത്തൂടെ 2 തയ്യൽ കണ്ടല്ലോ, ഇതാകാം ഇത് പുറം. അപ്പോൾ നമ്മളിവിടെ കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എല്ലാം മൊത്തത്തിലടിച്ചിട്ടുണ്ട് കേട്ടോ, മൊത്തത്തിലടിച്ച്. അപ്പോൾ നമ്മളിതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോളർ ഫിറ്റ് ചെയ്യാം. അതാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് കോളർ ഫിറ്റ് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമുക്കിതിൻ്റെ കോളർ ഫിറ്റ് ചെയ്യാം. കോളർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇത്രയും ഓപ്പൺ വിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ബട്ടൺ വെച്ച് അങ്ങ് അടച്ചു കൊടുത്താൽ മതി. നമുക്ക് തല ഇതിലെ കൂടെ ഇടാൻ പറ്റും, കഴുത്തിൽ കൂടെ ഇടാൻ കണക്കാണ് തല ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ എത്ര എന്നറിയാമോ? ടോട്ടൽ നമുക്ക് നല്ല നെടുക്കി പിടിക്കുമ്പോൾ 20 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് 20 ഇഞ്ച് മതി എന്തായാലും തല കയറാൻ. ടോട്ടൽ ബാക്ക് ഫ്രണ്ട് എല്ലാം കൂടി ചേർത്ത് 20 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് വി നെക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഹാഫ് കോളർ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമ്മൾ വിടണം. 4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി കോളർ കൊടുത്താൽ മതി. അപ്പം നമുക്ക് 6 ഇഞ്ച് കോളർ കൊടുത്താൽ മതി. അപ്പോൾ 6 6 12 ഇഞ്ചിൻ്റെ ഒരു കോളർ നമുക്ക് തയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ കോളർ കട്ട് ചെയ്ത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കിയിട്ട് വരും കേട്ടോ. ഇതെങ്ങനെ വളച്ച് ഇങ്ങനെ 6 ഇഞ്ചാണ്. ഇതിപ്പോൾ 6.5 ഇഞ്ചുണ്ട്. നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ 12.5 ഇഞ്ച് ഉണ്ട്. നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ച് 12 ഇഞ്ചേ കിട്ടുള്ളൂ. ഈ വളഞ്ഞ ഭാഗം മുകളിൽ കൊടുക്കണം, ഈ വലിയ ഭാഗം താഴത്ത് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് തുണി വെച്ച് ഇതിനെ മറിച്ചടിച്ചെടുക്കാം. നമുക്കിനി ഇത് 12 ഇഞ്ചിൻ്റെ ഒരു കോളറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 12 ഇഞ്ചിൻ്റെ കോളറിന് നമുക്ക് ഇത്ര തുണിയേ ഉള്ളൂ. നേരത്തെ കണ്ടല്ലോ ബാലൻസ്, ബാക്കി വെട്ടിയപ്പോഴത്തേക്ക് ബാലൻസ് ഇല്ല. നമുക്ക് ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് തുണി പോരെ, എന്തിനാ വെറുതെ ഒരുപാട് തുണിയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 2 പീസുണ്ട്. ഈ 2 പീസിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ അടിക്കാം. തേച്ചൊട്ടിച്ചെടുത്താലും മതി, അടിച്ചെടുത്താലും മതി കേട്ടോ. തേച്ചൊട്ടിച്ചെടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്കിപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അടിച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് തയ്ക്കുമ്പോൾ അത് ഒട്ടിക്കോളും. നമ്മളിത് ഇങ്ങനെ അടിച്ചെടുക്കുന്നു. കറക്റ്റായിട്ട് 2 പീസുകൾ കൂടെ വെച്ച് അടിച്ചെടുക്കുന്നു. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു. എന്ത് ഈസി ആയിട്ട് ഈ കോളർ അടിച്ചെടുക്കാമെന്നറിയാമോ? നിങ്ങൾക്ക് എത്ര മടക്കി അടിക്കാനൊന്നും അറിയില്ലെങ്കിൽ ലൈനിങ് ആണെങ്കിൽ നമുക്ക് ലൈനിങ് വെച്ച് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് കൊച്ചു കൊട്ട് കൊടുത്തു ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ നൂത്തെടുക്കണം. കണ്ടല്ലോ, നൂത്തെടുക്കണം. നൂത്തെടുത്തിട്ട് നമ്മൾ 2 സൈഡും നൂത്തെടുക്കണം. നൂത്തെടുത്ത് ഒന്ന് തേച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് ഇത് ഒട്ടിക്കിട്ടും. ഇതേ കണ്ടല്ലോ, ഒരു ചെറിയ കുഞ്ഞു കോളറാണ് നമ്മൾ തേച്ച് അതിലൊട്ടിച്ച് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് 6 ഇഞ്ച് കോളറാണ് കേട്ടോ. 6 12 ഇഞ്ച് കോളർ. അപ്പോൾ നമ്മളിതിനെ ഈ നടുക്ക് കറക്റ്റ് നടുക്കിന് പിടിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് പിടിച്ചിട്ട് വേണ്ട, ഈ ഷോൾഡർ 2 കറക്റ്റ് പിടിച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മളിവിടെ ഇതിലും ഒരു കട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ കോളറിൻ്റെ നല്ല വശം അറിയാമല്ല, ഈ ഇത് ക്യാൻവാസ് വെച്ച് അടിച്ചേക്കുന്ന വശമാണ് നല്ല വശം. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് തയ്ക്കണം. ആ ക്യാൻവാസ് പിടിച്ച് വെച്ചാൽ നല്ല വശത്ത് ആ വരത്തക്ക രീതിയിൽ ഈ 2 കൊട്ടിലും കൂടെ നമ്മൾ ഒരുമിച്ച് ആദ്യം നമ്മൾ ഒരു വശം തയ്ച്ചെടുക്കണം. ഈ ഇങ്ങനെ കൊട്ട് കൊടുത്ത് മിഡിലാക്കി തയ്ക്കുന്ന വശം ആദ്യം ഒരു വശം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങോട്ടും കോടി പോകത്തുമില്ല, കറക്റ്റായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ ഒരു കഴുത്ത് കയറി ഒരു കഴുത്ത് ഇറങ്ങിയൊക്കെ ഇരിക്കും ഈ ഹാഫ് കോളറൊക്കെ ആകുമ്പോഴും. അപ്പം നമുക്കിങ്ങനെ ഇപ്പുറത്തെ സൈഡും അതുപോലെ അടിച്ചെടുക്കുന്നു കേട്ടോ. ആദ്യം ഒരു സൈഡ് അടിച്ചു, എന്നിട്ട് പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും തിരിച്ചടിച്ചെടുക്കുന്നുണ്ട്. വലിച്ച് പിടിക്കരുത് കേട്ടോ. വലിച്ച് നെരുക്കി പിടിക്കുമ്പം ആ തുണി കട്ട് ചെയ്ത വശം വലുതായിപ്പോവും. അപ്പോൾ നമുക്ക് കണക്കറിയില്ല. ഇതേ കണ്ടല്ലോ, നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇവിടെ കോളറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തയ്ച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിതിനെ ക്രോസ് പീസ് വെട്ടിയെടുക്കാം.
ഇതിൻ്റെ ബാക്കി പീസ് ഉള്ളതിന് ക്രോസ് പീസ് വെട്ടിയെടുക്കാം. 20 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 20 ഇഞ്ച് വെച്ചാൽ ക്രോസ് പീസ് തയ്ക്കാൻ അറിയാമല്ലോ. ഇതുപോലെ ഇങ്ങനെ എക്സായിട്ട് പിടിച്ചുകൊണ്ട് തയ്ക്കാമെങ്കിൽ സ്ട്രെയിറ്റ് ആയി വരും. ഇത് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. ഇനി ഇതിന് നമ്മൾ ഇതിൻ്റെ സൈഡ് ഒരല്പം അടിച്ചെടുക്കാം. ഒരു സൈഡ് മടക്കി അടിക്കാം. മടക്കി അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സൈഡ് നമ്മൾ മടക്കി അടിക്കുന്ന ഭാഗം നെടുക്കി വെച്ച് അടിക്കണം. നെടുക്കി വെച്ച് അടിക്കണം, ഇങ്ങനെ നെടുക്കി. അപ്പം കുറച്ച് വളഞ്ഞു വരും. അപ്പം നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അത് അവിടെ ഞുറുവൊന്നും തരത്തില്ല. ഇപ്പുറത്തെ സൈഡ് തയ്ക്കാനുള്ള വശം നെടുക്കരുത്, നമ്മൾ ഈ തയ്ക്കുന്ന വശം പിടിച്ച് നെടുക്കിയെടുക്കാം. വലിച്ചു പിടിച്ച് തയ്ക്കുക. അത് ഏത് കഴുത്തിന് അടിക്കാനാണ്, ഇങ്ങനെ അടിച്ചിട്ട് തയ്ക്കാനാണെങ്കിൽ ഈ സൈഡ് വലുതായി വരും, കണ്ടോ. ഈ സൈഡ് ചെറുതായി വരും. അപ്പം നമ്മൾ വളഞ്ഞ ഭാഗത്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഞുറിവില്ലാതെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്കിനി ഇതിൽ വെച്ചടിക്കാം. ഇവിടെ നിന്നേ വെച്ചടിക്കണം. നമ്മൾ ഈ കുറച്ച് ഭാഗം കഴുത്ത് കാണാനുണ്ടല്ലോ, അവിടെ നിന്നേ വെച്ചടിക്കണം, കേട്ടോ. എനിക്കൊരുപാട് കഴുത്ത് ഇറക്കിയൊന്നും തയ്ക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കഴുത്തിറക്കമോ കുറച്ച് വയ്ക്കാറ്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് തയ്ച്ചെടുക്കാം. കെട്ടിട്ട് നമ്മൾ തയ്ച്ചെടുക്കും. ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് തയ്ച്ചതെന്ന് നമുക്ക് അവിടെ നിന്ന് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ ഇവിടുത്തെ കാണിച്ചു തരാം. നമുക്ക് മിഷി അടിച്ച് തന്നെ എടുക്കാം. കൈത്തേനൊന്നും ഇടണ്ട കേട്ടോ. അവിടെ ഒരു തയ്യലിട്ട് അങ്ങ് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം, തയ്യൽ കാണാതിരിക്കണമെങ്കിൽ. അല്ലെങ്കിൽ കൈത്തേലിട്ടെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ബാക്കി പീസ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്, കടച്ചെടുക്കാം.